തായ്വാന്റെ അവകാശത്തെ സംബന്ധിച്ച് അമേരിക്കയുമായുള്ള തർക്കങ്ങൾക്ക് പിന്നാലെ ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ചൈന തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് സായുധമായി നേരിടേണ്ടി വരുമെന്ന ജപ്പാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നാലെ അതിരൂക്ഷമായ വാക്പോരുകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ കഴുത്തറുക്കുമെന്ന തരത്തിലുള്ള പ്രതികരണം പോലും ചൈനീസ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. തായ്വാന്റെ പേരിലുള്ള തർക്കം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജപ്പാൻ ചൈന ശത്രുതയുടെ പുതിയ എപ്പിസോഡായി മാറുകയാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ചൊവ്വാഴ്ചയാണ് ചൈനയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പായ CCTV 2 ജാപ്പനീസ് ആനിമേഷൻ സിനിമകളുടെ ചൈനയിലെ റിലീസ് താൽക്കാലികമായി മാറ്റിവെച്ചതായി അറിയിച്ചത്. ജപ്പാൻ പ്രധാനമന്ത്രി സനായി തകൈച്ചിയുടെ ചൈന വിരുദ്ധ പരാമർശം ഈ സിനിമകളിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിൽ ഉൾപ്പെടെ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സിനിമകൾ റിലീസ് ചെയ്താൽ വിപണിയിൽ പരാജയപ്പെട്ടേക്കാം എന്ന നിഗമനത്തിലാണ് സിനിമകളുടെ റിലീസ് ചൈനയിൽ മാത്രം താൽക്കാലികമായി മാറ്റിവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടായാൽ അത്തരം പ്രതികരണങ്ങൾ നടത്തുന്നവരുടെ ബിസിനസിനെ തകർക്കുന്ന ചൈനയുടെ രീതിയുടെ ഭാഗമാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ചൈനയുടെ ഈ നിലപാടിന്റെ ഭാഗമായിരിക്കാം സിനിമകളുടെ റിലീസ് തടഞ്ഞത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി തായ്വാന്റെ കാര്യത്തിൽ നിലപാടെടുക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായും സിനിമകളുടെ റിലീസ് തടഞ്ഞ ഈ നിലപാടിനെ വിലയിരുത്തുന്നവരുണ്ട്. സിനിമയുടെ റിലീസ് തടഞ്ഞതിന് പുറമെ ജപ്പാനിലേക്കുള്ള തങ്ങളുടെ പൗരന്മാരുടെ യാത്രയ്ക്കും ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയിലുള്ള തങ്ങളുടെ പൗരന്മാർ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജപ്പാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരക്കേറിയ സ്ഥലങ്ങളിൽ വെച്ച് ചൈനീസ് പൗരന്മാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നാണ് ജപ്പാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആഴ്ച നടക്കുന്ന G20 ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ്ങുമായി ജപ്പാൻ പ്രധാനമന്ത്രി തകൈച്ചി കൂടിക്കാഴ്ച നടത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ പുതിയ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. തായ്വാന്റെ പേരിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സ്വയംഭരണ പ്രദേശമായ തായ്വാനെ ചൈന തങ്ങളുടെ ഭാഗമായാണ് എപ്പോഴും കണ്ടിരുന്നത്. ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് തായ്വാനെ ചൈനയ്ക്കൊപ്പം ചേർക്കുമെന്നും അവർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ ഭൗമരാഷ്ട്രീയ സവിശേഷതകൾ കാരണം ചൈനയുടെ ഈ അവകാശവാദത്തെ ജപ്പാൻ എല്ലാ കാലത്തും എതിർത്തിരുന്നു. ജപ്പാന്റെ ഭൂപ്രദേശങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ദ്വീപായ തായ്വാന്റെ അധികാരം ചൈനയുടെ പക്കലായാൽ അത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ജപ്പാൻ തിരിച്ചറിയുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്നിരിക്കെയും ചൈനയോട് ജപ്പാൻ എന്തുതരം സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അതിലാണ് സനായി തകൈച്ചിയുടെ നവംബർ 7 പരാമർശം മാറ്റം കൊണ്ടുവന്നത്. തായ്വാനെ സൈനികമായി ആക്രമിക്കാൻ മുതിർന്നാൽ അത് ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന നീക്കമായിരിക്കുമെന്നാണ് തകൈച്ചി വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ സായുധമായി നേരിടാൻ ജപ്പാനെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പിന്നാലെയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ തള്ളി ചൈന രംഗത്തു വന്നത്. ഈ വാക്പോര് പുരോഗമിക്കവെയാണ് ചൈനയുടെ കോൺസൽ ജനറൽ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ കഴുത്തറുക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയത്. സമൂഹമാധ്യമത്തിലൂടെയുള്ള പ്രതികരണം വിവാദമായതിന് പിന്നാലെ പിൻവലിച്ചെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അസ്വാരസ്യങ്ങൾക്ക് അത് ആക്കം കൂട്ടിയിരിക്കുകയാണ്.